Dear students, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പേർഷൻ്റെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു വേരിയേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെഷർമെൻ്റ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറവാണ് എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു റിസൾട്ടാണ്. അതായത് മീനിനോട് അടുത്താണ് വാല്യൂ എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്, ദാറ്റ് ഈസ് അത് മീനിനോട് അടുത്താണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള ഈ സിഗ്മ എന്ന് പറയുന്ന ഈ ഒരു ഇത് കൊണ്ടാണ് ലോവർ കേസ് അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ സിഗ്മ എന്ന് പറയുന്ന ഇതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡെഫിനേഷൻ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് അരിത്മെറ്റിക് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഓഫ് ഒബ്സർവേഷൻ ഫ്രം അരിത്മെറ്റിക് മീൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡെഫിനേഷൻ. ആൻഡ് ഇത് നമ്മളൊരു ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ 1 2 3 4 അങ്ങനെ അപ് ടു 10 വരെ വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഇക്വേഷൻ ഇതാണ്: സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് സിഗ്മ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ ഈ ഇൻഡിവിജ്വൽ സീരീസിൽ തന്നെ 2-3 മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. അപ്പോൾ അതിനകത്ത് ഒരു മെത്തേഡാണിത്. അപ്പോൾ എന്താണ് ഈ ഒരു ഇക്വേഷൻ? സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് സിഗ്മ എക്സ് സ്ക്വയർ വേണം, അതുപോലെ തന്നെ എക്സ് ബാറും വേണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എക്സ് സ്ക്വയർ എടുക്കുവാണ്. 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ, 6 സ്ക്വയർ, 7 സ്ക്വയർ, 8 സ്ക്വയർ, അങ്ങനെ 10 സ്ക്വയർ 100 വരെ എഴുതുന്നു. എന്നിട്ട് അതിന് ശേഷം സിഗ്മ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. അതായത് എക്സിന്റെ ടോട്ടൽ കാണാം, എക്സ് സ്ക്വയർ ടോട്ടൽ കാണാം, ദെൻ എക്സ് ബാർ കാണാം. എക്സ് ബാർ എങ്ങനെ കാണാം? സിഗ്മ എക്സ്, എക്സിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ആണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ എത്ര വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്? 10 വാല്യൂസ്. അപ്പോൾ സിഗ്മ എക്സ് ബൈ എൻ ദാറ്റ് ഈസ് 55 ഡിവൈഡഡ് ബൈ 10 ദാറ്റ്സ് ഈക്വൽ ടു 5.5. എക്സ് ബാർ അല്ലെങ്കിൽ സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറയുന്നത് 5.5 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയറിന്റെ ടോട്ടൽ. അപ്പൊ സിഗ്മ എക്സ് സ്ക്വയർ എത്ര കിട്ടി? 385 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ സിഗ്മ എക്സ് ബൈ എൻ സ്ക്വയർ. അതായത് സിഗ്മ എക്സ് ബൈ എൻ നമുക്ക് കിട്ടി 5.5 അല്ലെങ്കിൽ എക്സ് ബാർ കിട്ടി 5.5, 5.5ന്റെ സ്ക്വയർ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 385 ബൈ 10 മൈനസ് 5.5 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പം 38 സ്ക്വയർ റൂട്ട് ഓഫ് 385 ബൈ 10 എത്ര കിട്ടും? 38.5. 5.5ന്റെ സ്ക്വയർ 30.25. അപ്പോൾ 38.5ൽ നിന്ന് 30.25 കുറച്ചാൽ 8.25. 8.25ന്റെ സ്ക്വയർ റൂട്ട് 2.87 കിട്ടും. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ഇൻഡിവിജ്വൽ സീരീസ്. ഇനി നമ്മൾ അടുത്തൊരു മെത്തേഡിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. 23, 25, 28, 31, 38, 40, 46. അപ്പോൾ എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു ഇക്വേഷൻ വരുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ
ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. നമ്മൾ നേരത്തെ ഒരു ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ n. മീൻ ഡീവിയേഷൻ കാണുമ്പോൾ ആ ഒരു ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, അതിനകത്ത് മോഡുലസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ മോഡുലസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ആദ്യം എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സ് നമ്മൾ കോളത്തിൽ എഴുതുന്നു. ദെൻ നമ്മൾ എക്സ് ബാർ കാണുവാണ്. ഓക്കെ, അപ്പോൾ എക്സ് ബാർ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ ടോട്ടൽ എടുക്കുക, എക്സിന്റെ ടോട്ടൽ, ദാറ്റ് ഈസ് സിഗ്മ എക്സ് ബൈ n. എന്ന് പറഞ്ഞാൽ എത്രയാണ് വാല്യൂസ്, എത്ര വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്? 7 എണ്ണം ഉണ്ട് അല്ലേ? 23, 25, 28, 31, 38, 40, 46 എന്ന് പറയുമ്പോൾ 7 വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ടോട്ടൽ ചെയ്യുക. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ സിഗ്മ എക്സ് 231 ഡിവൈഡഡ് ബൈ 7 ദാറ്റ്സ് ഈക്വൽ ടു 33. ഓക്കെ, ആൻഡ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? എക്സ് മൈനസ് എക്സ് ബാർ അതിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ മൈനസ് 10ന്റെ സ്ക്വയർ, 10ന്റെ സ്ക്വയർ 100, മൈനസ് 8 ഇൻറ്റു 8 64, മൈനസ് 5 ഇൻറ്റു മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 25, 2ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ, അതുപോലെ തന്നെ 7ന്റെ സ്ക്വയർ, 13ന്റെ സ്ക്വയർ, അങ്ങനെ എല്ലാ വാല്യൂസിൻ്റെയും സ്ക്വയർ ഇവിടെ മൂന്നാമത്തെ കോളത്തിൽ എഴുതുക. അപ്പം നമ്മൾ ഇനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പം നമുക്ക് 3 കോളം കിട്ടി, എക്സ് കിട്ടി, എക്സ് മൈനസ് എക്സ് ബാർ കിട്ടി, അതിൽ നിന്ന് നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ കിട്ടി. ഓക്കെ, രണ്ടാമത്തെ കോളത്തിന് സ്ക്വയർ എഴുതിയാണ് ഈ മൂന്നാമത്തെ കോളം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇക്വേഷൻ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ, അതായത് ഈ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണിത് അല്ലേ? അപ്പോൾ അതായത് എക്സ് മൈനസ് എക്സ് ബാർ ഇതാണ്, അതിന്റെ സ്ക്വയർ ഇതാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം ടോട്ടൽ ആണ് എന്ത്? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ സ്ക്വയർ. അപ്പോൾ ഇതിന്റെ ടോട്ടൽ എന്ത് ചെയ്യുക? കാണുക, ദാറ്റ് ഈസ് 436 ഡിവൈഡഡ് ബൈ n എത്രയാണ്? 7. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 436 ബൈ 7 ദാറ്റ് ഈസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 62.28 ദാറ്റ് ഈസ് ഇക്വൽ ടു 7.89. ഇതാണ് വേറൊരു മെത്തേഡ്. ഓക്കെ, ദെൻ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അസ്യൂംഡ് മീനിൽ നിന്ന് നമ്മൾ എന്തെടുക്കുവാണ്? അതായത് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് എങ്ങനെയായിരുന്നു? നമ്മൾ എക്സ് ബാർ, നമ്മൾ ഓരോ എക്സ് വാല്യൂയും എക്സ് ബാറിൽ നിന്ന് ഉള്ള ഡീവിയേഷൻ നമ്മൾ ഇവിടെ കണ്ടു. ഇവിടെ നമ്മൾ കാണുന്നത് എക്സ് മൈനസ് എ അല്ലെങ്കിൽ അസ്യൂംഡ് മീന്. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് എ ആണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 42, 48, 50, 62, 65. ഓക്കെ, നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇക്വേഷൻ ഇതാണ്. നമ്മൾ നേരത്തെ സിഗ്മ എക്സ് സ്ക്വയർ ബൈ n മൈനസ് സിഗ്മ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ബൈ n മൈനസ് ഡി ബാർ സ്ക്വയർ എന്നുള്ളത് എടുക്കുക. ഡിന്റെ സ്ഥാനത്ത് എക്സ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ? ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ n മൈനസ് സിഗ്മ എക്സ് ബൈ n ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ എക്സ് ബാർ സ്ക്വയർ ആയിരുന്നു നമ്മുടെ പഴയ ഇക്വേഷനിൽ അല്ലേ? ഇവിടെ നോക്കിയേ, ഇതായിരുന്നു നമ്മുടെ പഴയ ഇക്വേഷൻ. ഈ ഒരു എക്സിന്റെ സ്ഥാനത്ത് ഡി കൊടുക്കുവാണ്. ഓക്കെ, സിഗ്മ ഡി സ്ക്വയർ ബൈ n മൈനസ് ഡി ബാർ സ്ക്വയർ എന്ന് ആക്കുവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് എ. അതായത് ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ ഈ കൂട്ടത്തിൽ 42, 48, 50, 62, 65 എന്നുള്ള ഈ ഒരു തന്നിട്ടുള്ള വാല്യൂസിൽ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ എന്ത് ചെയ്യുവാണ്? നമ്മൾ മീനായിട്ട് എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡി ബാർ കാണണം. അപ്പോൾ ഡി ബാർ കാണുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുവാണ്? യെസ്, ഡി ബാർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് ബാർ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുവാണ്? എക്സിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പൊ ഡി ബാർ കാണാൻ വേണ്ടിയിട്ട് ഡിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ n. അപ്പൊ ഡിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ -8 പ്ലസ് -2 0 12 15. അപ്പൊ എക്സ് മൈനസ് 50 എന്ന് പറഞ്ഞാൽ എന്താണ്? 42 മൈനസ് 50, 48 മൈനസ് 50, 50 മൈനസ് 50, 62 മൈനസ് 50, 65 മൈനസ് 50 ദാറ്റ് ഈസ് ഇക്വൽ ടു 15. അങ്ങനെയാണ് ഈ വാല്യൂസ് കിട്ടിയത്. അപ്പോൾ ഈ 50 എന്ന് പറഞ്ഞാൽ നമ്മളൊരു അസ്യൂംഡ് മീൻ ആണ്.
അതാണ് ഈ 50. ഓക്കെ, അപ്പൊ അതിന്റെ ടോട്ടൽ എടുക്കുവാണ്. അപ്പൊ ടോട്ടൽ എടുക്കുമ്പോൾ എല്ലാം കൂടിയിട്ട് നിങ്ങൾ പ്ലസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 17 എന്ന് ആൻസർ കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ എന്താണ് വേണ്ടത്? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നേരത്തെ എക്സിന്റെ ചെയ്ത പോലെ തന്നെ, നമ്മൾ നേരത്തെ എക്സ് മൈനസ് എക്സ് ബാർ ചെയ്തതുപോലെ തന്നെ ഇവിടെ എന്താണ് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ കോളത്തിന്റെ സ്ക്വയർ ചെയ്യുക. അതായത് -8 സ്ക്വയർ, -2 സ്ക്വയർ, 0ന്റെ സ്ക്വയർ, 12 സ്ക്വയർ, 15 സ്ക്വയർ, അങ്ങനെ 225 വരെ നമുക്ക് ഇങ്ങനെ വാല്യൂസ് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഡി ബാർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുവാണ്? സിഗ്മ ഡി, ദാറ്റ് ഈസ് 17/5, അങ്ങനെ 3.4 കിട്ടി. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ മൈനസ് ഡി ബാർ സ്ക്വയർ. അപ്പൊ സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയറിന്റെ ടോട്ടൽ, അപ്പൊ ഡി സ്ക്വയറിന്റെ ടോട്ടൽ എത്രയാണ്? 437 ആണ്. ബൈ എൻ എത്ര വാല്യൂസ് ആണുള്ളത്? നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണുള്ളത് 5 എണ്ണമാണുള്ളത്, 5 വാല്യൂസ്. മൈനസ് നമ്മൾ എക്സ് ബാർ കണ്ട പോലെ ഡി ബാർ കണ്ടു. അപ്പൊ ഡി ബാർ എത്രയാണ് കിട്ടിയത്? 3.4 ആണ്. 3.4ന്റെ സ്ക്വയർ, 3.4ന്റെ സ്ക്വയർ. ഓക്കെ, ഇവിടെ 14 അല്ല, 3.4ന്റെ സ്ക്വയർ. ഓക്കെ, അതിനുശേഷം 437/5 എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 87.4, 3.14ന്റെ സ്ക്വയർ എത്രയാണ്? 11.56. അതിനുശേഷം ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 87.4ൽ നിന്ന് 11.56 മൈനസ് ചെയ്താൽ 75.84, അതാണ് ഉത്തരം കിട്ടുക. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 8.7. അപ്പോൾ ഇതാണ് നമ്മുടെ വേറൊരു മെത്തേഡ്. ഓക്കെ.